ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസ ആരാധനയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇന്ന് മഹായിടവകയായി മിഷൻ ഞായറായി ആചരിക്കപ്പെടുകയാണല്ലോ. ഒരു മിഷൻ പാരമ്പര്യമുള്ള മഹായിടവകയാണല്ലോ നമ്മുടെ മഹായിടവക. മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടുകൂടി ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടെ ദാനമായി നൽകി ദേവാലയത്തിലും ഭവനങ്ങളിൽ അങ്ങേ ആരാധിക്കാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞാൻ ആരാധനകളും സ്തുതികളും സ്തോത്രങ്ങളും അവിടുത്തെ സന്ധ്യയിൽ പ്രസാദമുള്ള യാഗമായി തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്ന നേരങ്ങളെയും ഇതിൽ പങ്കെടുക്കുന്ന നേരങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. രോഗഭീതിയിലായിരിക്കുന്ന ഞങ്ങളുടെ രാജ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ, പരിപൂർണമായി ഓരോരുത്തരെ പരിപാലിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ആരാധന അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഇറക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് മസിഹാമൂലയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ സ്തുതിക്കും മഹത്വത്തിനുമായി കീർത്തനങ്ങൾ 75-ാമത്തെ കീർത്തനമാണ്. കീർത്തനം 75. Oh
നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് അപ്പാവ് ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തൃത്വത്തിലെ സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പാനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രത്തിലും വ്യാപിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി പറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യതമില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നതെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും നോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തൻ തീരുമാനമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്ത് നിന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെന്ന് വേണ്ടി യോഗ്യനല്ല എന്ന് പറയുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്കുള്ള മഹാപുരോഹിതങ്ങൾ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവരെല്ലാം പാപ വഴിയെ സർവ്വതും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് നയിക്കാം. വിശ്വാസമുള്ള ജനങ്ങൾ ഞങ്ങളുടെ സകലപാപങ്ങളിൽ ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ തന്നെ ശ്രീപ്രാണോചനവും സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിപ്പിൻ. 95-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 95. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കപ്പെടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകലന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മഞ്ഞിരിക്കുന്നു.
അവൻ നമ്മുടെ ദൈവമാകുന്നു. നാം അനുഭവിക്കുന്ന ജനവനയിലെ ആളുകളും തന്നെ പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും മഹത്വം ഉണ്ടാകട്ടെ. നിൽക്കവേദനയിലേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നു. ഇന്ന് രാവിലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 146. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവർത്തനമായി വായിക്കാം. എന്മനമേ യഹോവയെ സ്തുതിക്കാം, യഹോവയെ സ്തുതിപ്പീൻ. എന്മനമേ യഹോവയെ സ്തുതിക്കാം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയെ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥരെയും വിധവരെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ അടച്ചു കളയുന്നു. ഇരിക്കാം. ഒന്നാം പാഠം വായിക്കുന്നു. പഴയ പാഠഭാഗം പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ. പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ എഴുതിപ്പിടിക്കുന്ന ദൈവത്തിന് നോക്കി. അല്ലെങ്കിൽ ദാഹിക്കുന്ന ഏവരും ലഭ്യമില്ലാത്തവരുമായവരെ വെള്ളത്തിന് വരുകയും വന്നു വാങ്ങിക്കുന്നവയും നിങ്ങൾ വന്ന് ലഘുവും ഇടയും കൂടാതെ വീണ്ടും കാലം വാങ്ങിക്കൊള്ളുകയും അപ്പമില്ലാത്തവന് ലഘുവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നവും ചെലവിടുന്നതിന് എന്റെ വാദത്തിൽ സന്ധാനപ്പെടുകയും പുസ്തകബന്ധനം കഴിച്ച് മോചിച്ചു കൊള്ളുകയും നിങ്ങൾ ചെറുതായത് എന്റെ അടുത്ത് വരികയും നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടത് കേട്ടുകൊള്ളുകയും ദാവീദിന്റെ നിശ്ചല കൃപകൾ എന്ന ഒരു ശാശ്വത നിയമം ഞാൻ നിങ്ങളോട് ചെയ്യും. ഞാൻ അവരെ ജാതിയുടെ സാക്ഷിയും വംശങ്ങൾക്ക് പ്രഭുവും അധിപതി വാങ്ങിയിരിക്കുന്നു. നീ അറിയാത്ത ഒരു ജാതിയെ നീ വിളിക്കും, നീ അറിയാത്ത ഒരു ജാതി നിന്റെ ദൈവമായ നിമിത്തവും ഇസ്രായേലിന്റെ പരിശുദ്ധ നിമിത്തവും അവൻ നിന്നെ ബോധപ്പെടുത്തിയിരിക്കുകയാൽ തന്നെ നിന്റെ അടുക്കൽ ഓടി വരും. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിക്കുകയും അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും ഇങ്ങനെ ഇവിടെ പഴയ നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കുന്നത് സക്കറിയാവിന്റെ വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തന്നെ ജനത്തെ സന്ദർശിച്ച് ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ വായിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം മഴക്കാലമൊക്കെയും ഭയപ്പെടാതിലും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒഴുകുവാനും ഇരുളിലും ലഭിക്കുന്നവർ പ്രകാശത്ത് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്
മഹത്വം ഉണ്ടാകട്ടെ. ഇരിക്കാം. രണ്ടാം പാഠം വായിക്കുന്നു. കാലത്തേക്കായി വിശേഷിച്ചിരിക്കുന്ന പുതിയ നിയമ പാഠഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ എഴുതപ്പെട്ട ദൈവത്തിന് കേൾപ്പിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 34-ാം വാക്യം മുതൽ 43-ാം വാക്യം വരെ. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ടു നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി തിരിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം വിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദിയ ദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നും ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ നിന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിധിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനെ വിശ്വസിക്കുന്ന ഏവരും അവനിൽ നാമം മൂലം പാപമോചനം ലഭിക്കും എന്നും സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഇങ്ങനെയുള്ള പുതിയ നിയമ പാഠഭാഗം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ 25-ാം വാക്യം എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനം കേൾക്കും. വിശുദ്ധ സുവിശേഷത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യം മുതൽ. അന്നു മുതൽ യേശു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അവൻ ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടുത്തക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടയച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയാൽ സബദിയുടെ മകൻ യാക്കോബും അവന്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന അപ്പനായ സബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവനെ വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദിനക്കാരെ വ്യാധിക്കാരെ സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സ്ത്രീയിലൊക്കെയും പരന്നു. ജ്ഞാനവാദികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, നമ്പരോഗികൾ, പക്ഷപാതക്കാർ ഇങ്ങനെ സകലവിധ ദിനക്കാരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവരെ സൗഖ്യമാക്കി. ഗലീല, തെക്കോപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനൊക്കെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു. ഇങ്ങനെ സുവിശേഷ പാഠഭാഗം കഴിഞ്ഞു. നിൽക്കുക തന്നെ ഞാൻ കീർത്തനങ്ങൾ 72-ാമത്തെ കീർത്തനം പാഠം. കീർത്തനം 72. Oh
ഒരു വിശുദ്ധ ദിവസം കൂടെ അവിടുത്തെ പ്രധാനമായി നൽകി ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യകരമായ അവസ്ഥയ്ക്കായി സ്തോത്രം. ഞങ്ങൾ അല്പസമയം ദൈവവചനത്തിൽ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നല്ല ആലോചനകളും ചിന്തകളും വിചാരങ്ങളെയാണ് വരാൻ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഷൻ ഞായറായി ആചരിക്കപ്പെടുമ്പോൾ മഹാരാജത്തിൽ നടത്തപ്പെടുന്ന എല്ലാ മിഷൻ പ്രദേശങ്ങളെയും അവിടെ ശുശ്രൂഷ ചെയ്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപകളും നന്മകളും നിറയ്ക്കണം. ധൈര്യമായിലെ വാക്കുകളും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കാരണം അവിടുത്തേക്ക് പ്രസാദകരമായി മാറാകണമേ. ആമേ. പെന്തക്കോസ്തിന് പിൻപ് 14-ാം ഞായർ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഇന്ന് മിഷൻ ഞായർ അല്ലെങ്കിൽ പ്രേക്ഷിത ഞായറായി ആചരിക്കപ്പെടുകയാണ്. സഭയുടെ പ്രവർത്തനങ്ങളും ജീവിത സാഹചര്യങ്ങളും നാം മനസ്സിലാക്കി, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ നാം ഭവനങ്ങളിൽ നിന്ന് ദേവാലയങ്ങളിൽ ചുരുക്കമായി കടന്നു വന്നുമാണല്ലോ നാം ഈ ആരാധനയിൽ സംബന്ധിക്കുന്നത്. ഇന്നത്തെ വിഷയം സർവ്വജനത്തിനുള്ള സുവിശേഷം എന്നതാണ്. എവിടെയായിരുന്നാലും ദൈവവചനം കേൾക്കുവാനും ദൈവവചനം മനസ്സിലാക്കുവാനും ദൈവവചന പ്രകാരം ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മഹായിടവകയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മിഷൻ പാരമ്പര്യമുള്ള മഹായിടവകയാണ് നമ്മുടെ മഹായിടവക, പ്രത്യേകിച്ച് മധ്യ മഹായിടവക എന്ന് നാം മനസ്സിലാക്കുന്നത്. സഭയെ മൊത്തത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു മിഷൻ പാരമ്പര്യം എല്ലാ ഡയോസിസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 18 മിഷൻ സെന്ററുകളാണ് നമുക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിട്ട് ഉള്ളതായി നാം മനസ്സിലാക്കുന്നത്. CMS മിഷണറിമാരാൽ സ്ഥാപിതമായതാണ് നമ്മുടെ മഹായിടവക എന്ന് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. 1816-ലാണ് CMS മിഷണറിയായ തോമസ് നോട്ടൻ ആലപ്പുഴയിൽ വന്ന് തന്റെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും പിന്നീട് അതിന്റെ വ്യാപ്തി വലുതാക്കി കോട്ടയം പ്രദേശത്തേക്ക് മാറുകയും ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ മിഷൻ പ്രദേശങ്ങളായി തീരുകയും അതിന്റെ ഫലമായി കേരളത്തിലുടനീളം നവോത്ഥാനത്തിന്റെ പല അലകളും ഉണ്ടായതായി നാം മനസ്സിലാക്കുന്നു. അന്ന് ഉണ്ടായിരുന്ന യാക്കോബായ സഭയെ സഹായിക്കുവാനായി കടന്നു വന്ന സഹായ മിഷനാണ് CMS മിഷൻ എന്ന് നമുക്ക് അറിയാവുന്നതാണ്. മിഷണറിമാർ ഇവിടെ വന്ന് വേദപുസ്തകം പരിഭാഷപ്പെടുത്തുകയും സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നു. ആദ്യ സ്കൂൾ 1816 ആലപ്പുഴയിൽ സ്ഥാപിച്ചു. അന്ന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന സ്ത്രീകൾക്കും മറ്റ് താഴ്ന്ന ജാതിക്കാരെ വിദ്യാഭ്യാസത്തിലൂടെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ സഹായകരമായി. ഈ ചരിത്രങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം 2016 നിശാദാബ്ദി നാം മഹായിടവകയായി ആചരിച്ചതാണ്. 200 വർഷം പാരമ്പര്യത്തിലധികം പാരമ്പര്യമുള്ള മിഷണറി പാരമ്പര്യമുള്ള ഒരു സഭയാണല്ലോ നമ്മുടെ സഭ. വിദ്യാഭ്യാസപരമായും മറ്റു മേഖലകളിലും സഭയായി പ്രവർത്തിച്ചതായി നാം മനസ്സിലാക്കുന്നത്. സമൂഹത്തിൽ അംഗീകാരമില്ലാത്തവരെ അംഗീകരിക്കുവാനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായി എന്ന് നാം മനസ്സിലാക്കുന്നു. കൽക്കട്ടയിലെ മിഷണറി പ്രവർത്തനങ്ങളെ നമുക്കറിയാം. അവിടെ സതി നിർത്തലാക്കിയതിന് പിന്നിൽ മിഷണറി പ്രവർത്തനങ്ങളായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആകമാന നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മിഷണറിമാർ നൽകിയ സംഭാവനകൾ വിസ്മരിക്കാവുന്നതല്ല. അതുകൊണ്ട് മിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ 1821 അതായത് അടുത്ത വർഷം നമുക്ക് 200 വർഷം ആകുന്ന നമ്മുടെ CMS പ്രസ് നമുക്കറിയാവുന്നതാണ്. അതിന്റെ അച്ചടിയന്ത്രം കേരളത്തിൽ നിന്നായി നാം മനസ്സിലാക്കുമ്പോഴും ബെഞ്ചമിൻ ബെയ്ലിയാണ് നാം ഇന്ന് എഴുതുന്ന മലയാള ഭാഷയുടെ വടിവക്ഷരമാക്കിയത്. പണ്ട് ചതുരക്ഷരമായിരുന്നു. ഇന്ന് നാം എഴുതുന്ന രീതിയിൽ അക്ഷരത്തിന്റെ ഘടന ഉണ്ടാക്കിയത് വിദേശ മിഷണറിയാണ്. ഞാൻ പറഞ്ഞു വന്നത് മിഷണറിമാരുടെ പല പ്രവർത്തനങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ പല തലങ്ങളിലും കാണുവാനായിട്ട് സാധിക്കുന്നു. തെക്കൻ കേരളത്തിൽ LMS മിഷണറിമാരും മധ്യ കേരളത്തിൽ CMS മിഷണറിമാരും വടക്കൻ കേരളത്തിൽ ബാസൽ മിഷണറിമാരുമാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നതെന്ന് നാം മനസ്സിലാക്കുന്നു. ഇപ്പൊ കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള പ്രദേശങ്ങളിൽ മിഷണറിമാരുടെ സംഭാവനകളാണ് എല്ലാ
എല്ലാ മേഖലകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് നാം ഒന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. മിഷൻ സംഭാവനകൾ നമ്മൾ നൽകാറുണ്ട്, മിഷൻ പ്രവർത്തനങ്ങളിൽ നമ്മൾ സഹകരിക്കാറുമുണ്ട്. നമ്മളിൽ നിന്ന് പലരും മിഷൻ പ്രവർത്തനങ്ങളായിരിക്കുകയും ചെയ്യും. നമ്മുടെ മഹായുടെ തലത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 1924 അന്ന് പറക്കാലിലെ വറങ്കലിലാണ് നമ്മുടെ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. പറക്കാൽ മിഷനായിട്ട് അവിടെ നാം കാണുന്നു. അതിനുശേഷം 1967 തെലങ്കാന മിഷനായിട്ട്, അത് പണ്ട് ആന്ധ്ര മിഷനായിട്ട് യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നു. ഉത്തർപ്രദേശിൽ സർക്കാർ മിഷനായിട്ട് 1982 1988 പിലായ് മിഷനും 1995 മൈസൂർ മിഷനും 2005 ഉത്തരാഞ്ചൽ മിഷനായിട്ട്, അതായത് ഡെറാഡൂണിൽ ഉത്തരാഞ്ചൽ മിഷനും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 2012 നാം ഒറീസ മിഷനും 2014 2 മിഷൻ ആരംഭിച്ചു. പളനി മിഷൻ, അതായത് കൊടൈക്കനാല് സെന്ററിനോട് ചേർന്ന് തന്നെ നമുക്ക് അവിടെ മിഷൻ പ്രദേശങ്ങൾ ആരംഭിക്കുകയുണ്ടായി. അതുകൂടാതെ ബോംബെയിൽ ശാലം മിഷൻ എന്ന ഒരു സംഘടന ഉണ്ടായി. അത് റെഡ് സ്ട്രീറ്റിൽ നിന്നും ഒരു അധിവസിക്കുന്ന സ്ത്രീകളെ പാർപ്പിക്കുവാനും അവരുടെ പുനരധിവാസത്തിനുമായിട്ടുള്ള മിഷനാണ് ശാലം മിഷൻ എന്ന് നാം മനസ്സിലാക്കുന്നത്. 2015 ബംഗാൾ മിഷനും 17 കാട്ടുപള്ളിയിൽ, അതായത് തെലങ്കാനയിൽ തന്നെ കാട്ടുപള്ളി മിഷനും ആരംഭിച്ചു. കാട്ടുപള്ളി മിഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1924 നമ്മുടെ മിഷൻ ആരംഭിക്കുമ്പോൾ കാട്ടുപള്ളി പ്രദേശങ്ങളിലാണ് ആ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമല്ലായിരുന്നതുകൊണ്ട് മിഷണറിമാർ അവിടെ നിന്ന് മാറി ഇപ്പോഴത്തെ മിഷൻ പ്രദേശത്തേക്ക് മാറുകയാണ്. അതുകൊണ്ടാണ് പഴയ സ്ഥലങ്ങൾ അവിടെ ആശുപത്രിയും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. അതിനെ പുനർജീവിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും 2017 കാട്ടുപള്ളി മിഷൻ വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. അതുകൂടാതെ 2017 തന്നെ നേപ്പാൾ മിഷനും ജാംബുവ മിഷനും നാം ആരംഭിച്ചു, ഇന്ത്യക്ക് വെളിയിലായി. ഈ മിഷൻ പ്രദേശങ്ങളെല്ലാം തന്നെ നമ്മുടെ അച്ഛന്മാരവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ശുശ്രൂഷകർ അവിടെ ഉണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം നാം കാണുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രധാനമായി മിഷൻ പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത് അവിടെ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂളുകൾ പ്രവർത്തിക്കുകയും അവരെ വിദ്യാഭ്യാസിക്കുകയും ചെയ്യുന്നു. അതുപോലെ ട്യൂഷൻ സെന്ററുകൾ, പല ഏരിയകളിലും ട്യൂഷൻ സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യൽ ക്ലാസ്സുകൾ അവരെ അതിനുവേണ്ടി ഉദ്ദേശിപ്പിക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ആശുപത്രികളുണ്ട്. കാര്യം വൈദ്യസഹായം ലഭിക്കാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് വൈദ്യസഹായം നൽകുന്ന സാഹചര്യം, പിന്നെ ലാബുകളും മറ്റു പ്രവർത്തനങ്ങളെല്ലാം. ഈ പ്രവർത്തനങ്ങളെല്ലാമാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളായിട്ട് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്നും ആരുടെ കയ്യിൽ നിന്ന് നാം ഒന്നും സംഭാവനകളോ അങ്ങനെയുള്ള ഒന്നും സ്വീകരിക്കുന്നതല്ല. കേരളത്തിൽ നിന്നുള്ള നമ്മൾ നൽകുന്ന സംഭാവനയുടെ വെളിച്ചത്തിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നതായി നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് മിഷൻ ഞായറാഴ്ച സംഭാവനകൾ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി നൽകണമെന്ന് നാം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹായിടവകയിൽ തന്നെ 4 മിഷൻ പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളത്. തോട്ടപ്രദേശ മിഷനും കുട്ടനാട് മിഷനും നാം ആയിരിക്കുന്ന പ്രദേശങ്ങളിൽ മലയോര മിഷനും പിന്നെ മിഡ്ലാൻഡ് മിഷൻ. ഇത്ര മിഷൻ പ്രവർത്തനങ്ങളാണ് മഹായിടവകയുടെ പ്രവർത്തനങ്ങളിൽ നാം കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മിഷന്റെ ഭാഗമായി തന്നെ വെല്ലൂർ CMCയോട് ചേർന്ന് വെല്ലൂർ മിഷനുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് രോഗികളായിട്ട് വരുന്നവർക്ക് വേണ്ടുന്ന സഹായം നൽകുന്ന ഒരു മിഷനായിട്ടാണ് വെല്ലൂർ മിഷനെ നാം കാണുന്നത്. അങ്ങനെ 18 തലങ്ങളിലാണ് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നത്. ഞാൻ ഈ ട്രാക്കിനോട് പറഞ്ഞതുപോലെ പലപ്പോഴും പല മിഷൻ പ്രവർത്തനങ്ങളിൽ സഹായിക്കാറുണ്ട്. സർക്കാർ മിഷൻ, ആന്ധ്ര മിഷൻ, അങ്ങനെ കുറച്ച് മിഷനെ കുറിച്ച് മാത്രമേ നമുക്ക് കേൾക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ മഹായുടെ തലത്തിൽ വളരെ വളരെ വിപുലമായ പ്രവർത്തനങ്ങളാണ് നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ അച്ഛന്മാർ പോയി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല തലങ്ങളിൽ അവിടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്വത്തിനെതിരെയും പല വിധത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഏരിയകൾ കണ്ടെത്തി അവിടെ വിദ്യാഭ്യാസപരമായി സഹായം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് മിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ ഫലങ്ങൾ അവിടെ പോയി പ്രസംഗിക്കുക മാത്രമല്ല, അവിടെ അവരുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുകയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട്
സഹകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മിഷൻ പ്രവർത്തനങ്ങളായിട്ട് നാം കാണുന്നത്. നമ്മുടെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടുന്ന സഹായങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിക്കട്ടെ. അല്പസമയം വചന ശുശ്രൂഷയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: അന്നു മുതൽ യേശു സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുകയും എന്ന് പറഞ്ഞു. അപ്പൊ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് മാനസാന്തരപ്പെടുക എന്നത്. എന്താണ് മാനസാന്തരം? മനസ്സിൽ ആരംഭിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്ന പ്രക്രിയയായിട്ടാണ് മാനസാന്തരത്തെ കുറിച്ച് നാം കാണുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും ഒരു രൂപാന്തരം ഉണ്ടായി പുതിയ രീതിയിൽ പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനും സാധിക്കും. സകല സൃഷ്ടികളോടും സുവാർത്ത അറിയിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ സുവാർത്ത അറിയിക്കുന്ന ദൈവവചനം വായിച്ചു കേൾക്കി അത് പ്രസംഗിക്കേണ്ടതല്ല, അവന്റെ ആവശ്യം അറിഞ്ഞ് അവന്റെ വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ശുശ്രൂഷയാണ്. വിശപ്പുള്ളവന് ആഹാരമായിട്ടും പീഡിതന് ന്യായം പാലിച്ചു കൊടുക്കുവാനായിട്ടും കുരുടന് കാണുവാനും അവമാനം കൊണ്ട് ജീവിതഭാരം കൊണ്ട് കുടിഞ്ഞിരിക്കുന്നവർ നിവർത്തുവാനും ഉള്ള അനുഭവമാണ് ഇവിടെ കാണുന്നത്. അനാഥരെയും വിധവമാരെയും സംരക്ഷിക്കുവാനും അതിലുപരിയെ പരദേശികളെ പരിപാലിക്കുവാനും ഈ സാഹചര്യങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിത മേഖലകളിലും ജീവിത സാഹചര്യങ്ങളിലും ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടുന്നത് വളരെ ആവശ്യമാണ്. ഇപ്പൊ മിഷൻ എന്ന് പറയുന്നത് മിഷൻ ദൈവത്തിൻ്റെതാണ്, ദൗത്യം ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വിശ്വസ്തയോടും നീതിയോടും കൂടെ നിർവഹിക്കപ്പെടുവാനും അതിനനുസരിച്ച് മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. യെശയ്യാ പ്രവചനത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ നാം രാജ്യം വിഭജിച്ചുവെങ്കിലും ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ ദൈവം മുന്നോട്ട് പോയില്ല എന്ന് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 55-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണല്ലോ 1-ാം പാഠഭാഗമായിട്ട് നാം വായിച്ചു കേട്ടത്. അവിടെ പറയുന്ന എല്ലാവരും പറയുന്നത്, അല്ലയോ നയിക്കുന്ന എല്ലാവരും കടന്നു വരുവാനായിട്ടുള്ള ഒരു ആഹ്വാനം, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു താല്പര്യവും ഒരാഗ്രഹവും ആ സാഹചര്യങ്ങളിൽ നാം കാണുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നീതിക്ക് വേണ്ടി വിശുദ്ധ ദാഹിക്കുന്നവർ തൃപ്തിപ്പെടുമെന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അപ്പൊ പലവിധമായ ആഗ്രഹങ്ങൾ കൊണ്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ജനസമൂഹത്തെയാണ് നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവരെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകുവാനും സാധിക്കേണ്ടിയിരിക്കും. 2-ാം പാഠഭാഗത്ത് നാം കാണുന്നത് ദൈവത്തിന് മുഖപക്ഷമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടേത് മാത്രമാണ് എന്നുള്ള സ്വാർത്ഥ ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ അനുഭവങ്ങളിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം യഹൂദനായ ക്രിസ്തുവിന്റെ സുവിശേഷവുമായി അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുന്ന പശ്ചാത്തലമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച് പത്രോസിന് മനസ്സിലായ ഒരു കാഴ്ചപ്പാടാണ് ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അപ്പൊ ദൈവത്തെ ആർക്കും പങ്കുവയ്ക്കുവാൻ എല്ലാവർക്കുമുള്ള ആണെന്ന് മനസ്സിലാക്കി എല്ലാവർക്കും വേണ്ടി പങ്കുവയ്ക്കുവാൻ സാധിക്കും. എല്ലാവർക്കും ഉള്ളതാണ്, സ്വാർത്ഥതയല്ല അവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ വിദ്യാഭ്യാസം നൽകുന്നത് എല്ലാവർക്കുമാണ്. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് ഉന്നത ജാതിയിലുള്ളവർ താഴ്ന്ന ജാതിയിലുള്ള കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മുടെ സ്കൂളിൽ വരാൻ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എല്ലാവരും ഒരുപോലെ കാണുവാനും ഒരുപോലെ ആ ഒരു തലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. അവിടെ സുവിശേഷം എല്ലാവരും കേൾക്കണം, നല്ല ദൂത് എല്ലാവരും മനസ്സിലാക്കണം, നന്മയുടെ അനുഭവങ്ങൾ നന്മയുടെ ജീവിത സാഹചര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. നന്മ പ്രവർത്തിക്കുവാനായിട്ടും അതിനനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാനും സാധിക്കേണ്ടിയിരിക്കും. സുവിശേഷ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അല്പം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. അവിടെ കാണുന്നത് കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നവരെ കുറിച്ചാണ്. സമൂഹത്തിൽ ഒരിക്കലും അംഗീകാരമില്ലാതിരുന്ന മുക്കുവരെയാണ് പ്രവർത്തനത്തിനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്തതായിട്ട് അവിടെ കാണുന്നു. അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുവാനും നല്ല രീതിയിൽ
രീതിയിൽ അവരെ സുവിശേഷവുമായി അയക്കുവാനും കർത്താവ് ശ്രമിക്കും. ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ വലിയ ഔദ്യത്തിൽ ഇരുന്നുകൊണ്ട് നാം വളരെ പ്രമുഖരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കർത്താവിന്റെ പ്രവർത്തനത്തിൽ ബലഹീനരെ യോജിപ്പിക്കാൻ ബലഹീനമായി തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം സകല ജാതികളെയും ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കുവാനായിട്ട് ഇവിടെ കാണുന്ന എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാണ്. മീൻ പിടിക്കുന്ന ജോലിക്കാരെ അതിൽ നിന്ന് മാറ്റി മനുഷ്യരെ പിടിക്കുന്ന ജോലിയിലേക്ക് ആക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. തങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന, എല്ലാവർക്കും നന്മ ചെയ്യുന്ന, എല്ലാവരെയും സ്നേഹിക്കുകയും കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അവിടെ കാണുന്നത്. അതിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് പറയുന്നത് സകല വ്യാധികളുള്ളവരെയും സൗഖ്യമാക്കുന്ന കർത്താവിന്റെ സൗഖ്യദായക ശുശ്രൂഷയുടെ ഭാഗവും അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യാക്കോബ്, യോഹന്നാൻ, ശിമോൻ, പത്രോസും അന്ത്രയോസും കർത്താവിന്റെ വാക്ക് കേട്ട് പിൻചെന്നതായിട്ട് നാം കാണുന്നു. അവരതിലൂടെ വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുകയും തങ്ങളുടെ ജീവിതങ്ങൾ അതിനായിട്ട് ക്രമപ്പെടുത്തുകയും ചെയ്യും. യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും സൗഖ്യമായി. സുവിശേഷ പാഠഭാഗങ്ങൾ അതെല്ലാം നാം കാണും. അപ്പോൾ ദൗത്യത്തിന് വേണ്ടി നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ, ദൗത്യത്തിനായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകിയ മാതൃക പിന്തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണം. സുവിശേഷം എല്ലാവർക്കും ഉള്ളതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്ക് സാധിക്കണം. എല്ലാ ജനങ്ങളും ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായി, ദൈവത്തെ അറിയുവാനായി, ദൈവത്തെ സ്നേഹിക്കുവാനായി, മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും സാധിക്കേണ്ടി അവരുടെ ആവശ്യങ്ങളാണ് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തെ നാം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളിൽ സുവിശേഷത്തിന്റെ സന്ദേശം നാം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാനും ഈ ദൗത്യത്തിനായി നമുക്ക് ഒരുങ്ങാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസത്തിന്റെ സന്നദ്ധയിലെ അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലേക്ക് എല്ലാം സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൽ ബാധിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. സർവശക്തിതാവായ അവിടെ നിന്ന് വിശ്വസിക്കുന്നു. പിടിക്കാം. ഈ വിശുദ്ധാരാധനയിൽ ഭവനങ്ങളിൽ നിന്നും ദേവാലയത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹം സന്തോഷം അറിയിച്ചോട്ടെ. നോട്ടീസായിട്ട് അറിയിക്കുവാനുള്ളത്, നമ്മുടെ പ്രസ്ബിറ്റർ ഓർഡിനേഷന്റെ ക്രമീകരണങ്ങൾ മാർച്ച് മാസത്തിൽ ചെയ്തിരുന്നതാണല്ലോ. കോവിഡ് കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അത് മാറ്റിവെച്ചിരുന്നു. ഓർഡിനേഷൻ സർവീസ് 25, 26 ഈ വെള്ളി ശനി ദിവസങ്ങളിൽ നെടുങ്ങാട് പള്ളിയിൽ വെച്ച് മാവേലിക്കരയിൽ വെച്ച് 2 ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പൗരത്വ ശുശ്രൂഷയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവം പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഇതുകൂടാതെ രോഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങളാണല്ലോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുകയും കഴിവതും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുവാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്ന ഗവൺമെന്റിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേക ഓർപ്പിച്ചോളട്ടെ.
ഈ ആഴ്ചയിൽ പിറന്നാൽ വിവാഹവാർഷികം എന്ന പേരുകൾ വായിക്കട്ടെയാണ്. പിറന്നാൾ സ്തോത്രം: റോബി ഈശ്വർ പനത്തിക്കപ്പാറ, അലീന എൽസ ജിബു പുതുച്ചിറമണ്ണിൽ, അഞ്ജു എൽസ ജോൺ കണ്ടത്തുങ്കൽ, അക്സ അൽ തെക്കേമുറിയിൽ, വിക്കി ഈശ്വർ കോച്ചി പുതുച്ചിറ, ജോനറ്റോ ഗ്രേസ് ജോബി കൊച്ചുപറമ്പിൽ, മോൻസ് നൈന തോമസ് നഗരത്തിൽ, ഉമ്മൻ തോമസ് കിഴക്കേക്കര, ആഷ്ന ഷാജി പുറോഹിക്കൽ, ലീലാമ റോയി ചരിവിൽ. വിവാഹവാർഷികം: പി ടി വർഗീസ് റോസമ്മ പനച്ചിക്കപ്പാറ, റോയി കെ വർഗീസ് ലീലാമ ചരിവിൽ, വിപിൻ സണ്ണി പ്രിൻസി കൊണ്ടുകൊമ്പിൽ, സുന്ദർലാൽ സരോജിനി തെക്കേമുറിയിൽ, ജോബി എബ്രഹാം തോമസ് സുനിൽ സാറ കൊല്ലിപ്പാറ, ശാമുവൽ കെ ജി റോസമ്മ പനച്ചിക്കപ്പാറ, സി കെ വർഗീസ് ആലീസ് ചരിവിൽ മാനിക്ക. പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അവിടുന്ന് നൽകുന്ന എല്ലാ ദാനങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാളുകളോട് നാളുകൾ പെരുകുന്നത് അവിടുത്തെ കൃപ മാത്രം മനസ്സിലാക്കി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിലും ആയുസ്സിലും നൽകുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമേ, ഈ ആഴ്ച ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും വിവാഹവാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാധനമോ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞ് ദൈവം ചെയ്യുന്ന സ്ഥലം ഉപകാരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഒരു വർഷം ലഭിച്ചവരെ ഓർക്കുന്നു. കുടുംബമായി അവനെ അനുഗ്രഹിച്ചുള്ളവർക്കായി സ്തോത്രം. മനുഷ്യരേഖനായിരിക്കുന്നതല്ല എന്ന് കണ്ട് അവന് തക്ക പുണ്യം പ്രദാനം ചെയ്തു. കുടുംബമായി ലോകത്തിൽ ജീവിക്കാനുള്ള പദവിയും അവകാശം നൽകുമ്പോൾ ദൈവിക കാവലിൽ സംരക്ഷയിൽ ആശ്രയിച്ചുകൊണ്ട് കുടുംബജീവിതത്തെ കെട്ടിപ്പടിയുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല കാര്യങ്ങളും അവിടുന്ന് ഭാഗം സമർപ്പിക്കട്ടെ. അവിടുത്തെ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറക്കി പരിപാലിക്കുകയും വഴിനിർത്തുകയും ചെയ്യണമെന്ന് മശിഹായുടെ പ്രാർത്ഥന കേൾക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് തന്നെ ഉണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷ കർത്താവ് ദുഷ്ടങ്ങളെ വിളിക്കണമേ. രാജ്യവും ശക്തിയും എന്നേക്കുള്ളതല്ലോ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകപേക്ഷ: സുവാർത്ത സന്ദേശമായ ആകാശം ഭൂമി സൃഷ്ടിച്ച ദൈവമേ, ദരിദ്രർക്ക് നീതിയും വിശന്നിരിക്കുന്നവർക്ക് ആഹാരവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും അന്ധകാരർക്ക് പ്രകാശവും പരദേശിക സംരക്ഷണ വിധവകൾക്ക് മാനവും വാഗ്ദത്തം ചെയ്യുന്ന തിരുവചനത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. സാക്ഷികളായി ഞങ്ങളെ തെരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന്റെയും സുവാർത്ത പ്രഘോഷിക്കാൻ ഞങ്ങളെ കൽപ്പിച്ച ക്രിസ്തുവിന്റെയും സത്യമാർഗത്തിൽ ഞങ്ങളെ നടത്തുന്ന വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സുവാർത്താത്മാവിനാൽ ക്രിസ്തുവിന്റെ സമാധാനവും സുവിശേഷത്തിന്റെ ജീവിതാവിഷ്കാരം പ്രാവർത്തികമാക്കാൻ കൃപ നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സമാധാനത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവ് ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിൽ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു നിലയുടെ ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളാക്കുന്നൊക്കെ താഴ്ന്നുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം. സർവശക്തമായ ദൈവമേ, ഞങ്ങളുടെ സ്വന്തസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിനാരംഭം വരെ ഞങ്ങളെ സുഖത്തോടെ കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസങ്ങൾ യാതൊരു പാപത്തിൽ വീഴാതെ യാതൊരു ആപത്തിലാപ്പെടാതെ നിന്റെ മുമ്പാകെ നീതിയായിട്ട് ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സ്ഥലത്തിൽ നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് സമയം നമുക്ക് വേർതിരിക്കാം.
ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ആയുസ്സിലും ജീവിതത്തിലും ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. വിവിധ സാഹചര്യങ്ങളുടെ വിവിധ അവസ്ഥകളിലൂടെ നാം കടന്നു പോയപ്പോൾ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ കാവൽ നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ പരിപാലിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് മിഷൻ ഞായറായി നാം ആചരിക്കപ്പെടുമ്പോൾ നമ്മുടെ മിഷൻ പ്രദേശങ്ങളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടെ പ്രവർത്തിക്കുന്നവരുടെ മക്കളെ ദൈവം പരിപാലിക്കണമേ, ശക്തിയിരിക്കണമേ, ബലപ്പെടുത്തണമേ, നിലനിർത്തണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ കാവലും സംരക്ഷയും തന്നെ മക്കളോടുകൂടി അവരെ വഴി നടത്തി, അവരെ പരിപാലിച്ച് അവരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സാമ്പത്തികമായി കൈത്താങ്ങൽ നൽകുന്ന എല്ലാവരുടെ മക്കളെ ദൈവസന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടുന്ന കൃപ ഉയർത്തുന്ന പ്രദാനം ചെയ്ത് ദൈവരെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ കാര്യങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് ദിവസത്തിൽ ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗഭീതി നേരിടുന്ന ഈ സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ പരിപാലിക്കണമേ, വഴിനിറച്ചണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. രോഗത്താൽ ഭാരപ്പെടുന്നവർ, പലവിധമായ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, കടഭാരത്താൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പറയാൻ വയ്യാത്ത വേദനകളാലും ഭാരങ്ങളാലും കഴിയുന്നവർ, പലവിധമായ അവസ്ഥയിലായിരിക്കുന്ന എല്ലാ നല്ല മക്കളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തെ സൗഖ്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും പരിപൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദൈവനെ നിലനിർത്തുകയും ചെയ്യണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മളിൽ നിന്നും വിദൂരതയിലായിരിക്കുന്നവർ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വ്യക്തികളായ കുടുംബങ്ങളായി ദൈവത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കാം. നമ്മുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദേശത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം. പട്ടണ സമൂഹത്തെ ഓർക്കാം. സുവിശേഷ വേളയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആഴ്ചയിൽ നടത്തപ്പെടുന്ന പ്രസ്ബിറ്റർ ഓർഡിനേഷന് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനാൽ തയ്യാറാകുന്ന മക്കളെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവരെടുക്കുന്ന പ്രതിജ്ഞകളും അവരുടെ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ദൈവമേ അവരുടെ ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. മഹായുടെ ബിഷപ്പാരുടെ ലക്ഷ്യം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവം അവസരം നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് തക്ക സമയത്ത് ലഭിക്കുവാൻ, കരുതലും കാവലും സംരക്ഷയും തക്ക സമയത്ത് ഉണ്ടാകുവാൻ ദൈവമേ അവിടുന്ന് നമ്മെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കാലിലേക്ക് കടന്നുവന്ന സാമ്പത്തിക നേരത്തിനായി നെൽസനായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ കാവൽ, ദൈവത്തിന്റെ സംരക്ഷണം ഓരോ തീരുമാനങ്ങളിൽ ഉണ്ടാകണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സഭയ്ക്ക് വേണ്ടുന്ന നേതൃത്വം നൽകുവാൻ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നു നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവിടുത്തെ ആക്കണമേ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക പ്രാർത്ഥനകൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പട്ടക്കാർക്കും ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശുശ്രൂഷകന്മാരെ നീതി ധരിപ്പിക്കണമേ. സർവശക്തിയുമായ എല്ലാ നല്ല ദാനവും നിറഞ്ഞ വരവൊക്കെ നിങ്ങൾ നിന്നല്ല വരുന്നത്. ഞങ്ങളുടെ ക്രിസ്തോപാമ പട്ടക്കാർ സഭാപ്രവർത്തനങ്ങളുടെ മേലും അവരുടെ വിദ്യാർത്ഥികളുടെ ജനങ്ങളുടെ സുഖമായ ആത്മാവിനെ അയക്കണമേ. അവർ നിന്നെ സത്യമായി പ്രസാദിപ്പിക്കേണ്ടതിന് അവിടെ മേൽ നിന്റെ അനുഗ്രഹമായ നിരന്തരമായ മഞ്ഞ് പൊഴിയിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കാര്യസ്ഥന് മധ്യസ്ഥമായി തീർച്ചയായിട്ട് ബഹുമാനത്തിനായിട്ട് നിന്നെ നൽകണമേ. ആമേൻ.
പട്ടമേൽപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ദാസന്മാർ അവനെ ആരാധിക്കും, അവന്റെ നാമത്തെ ഉദ്ധരിക്കും. സർവശക്തനായ സകല നിർമ്മദാനങ്ങളെയും വരുന്നവനായ ദൈവമേ, ദിവ്യവിചാരണയായിട്ട് സഭയിൽ പല സ്ഥാനങ്ങളെയും നിയമിച്ചിരിക്കുന്നു. ആയതിന്റെ സ്ഥാനത്തേക്കും ശുശ്രൂഷയ്ക്കും വിളിക്കപ്പെടുവാനുള്ള എല്ലാവരും നിന്നെ കൃപ നൽകണമേ. അവർ തിരുനാമത്തിനായി നിന്റെ വിശുദ്ധ സഭയുടെ പ്രയോജനത്തിനായി നിന്റെ ഉപാധി വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ നിന്റെ സത്യോപദേശം കൊണ്ട് നിറച്ച് കുറ്റമില്ലാത്ത നടപ്പുകൊണ്ട് അവരെ ധരിപ്പിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് താഴ്മ അപേക്ഷിക്കുന്നു. ആമേൻ. ക്രിസ്ത്യ ഐക്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർത്തിൽ വിശ്വസിക്കുന്നത് എത്ര മനോഹരമാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, തന്നേച്ചു പോകുന്നതിന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നതിന് എന്റെ അപ്പസ്തലന്മാരാണ് ചെയ്ത കർത്താവായ യേശുമിശിഹായി, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നിന്റെ സഭയുടെ വിശ്വാസത്തെ ഓർത്ത് നിന്റെ ഇഷ്ടത്തിനനുസൃതമായ സമാധാനം ഐക്യത്തിന് സഭയ്ക്ക് നൽകണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദൈവമായി കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സന്ദർശനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? പൈതങ്ങളെ പരിപാലിച്ച് വളർത്തുവാൻ എന്റെ വിശുദ്ധ സഭയെ പരമേൽപ്പിച്ചിരിക്കുന്ന സന്ദർശ പിതാവായ ദൈവമേ, എല്ലാ സന്ദർശനത്തിനു വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അതിൽ പഠിക്കുന്നവരെ പഠിപ്പിക്കുന്നവരെ നിന്റെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമേ. നിന്റെ സത്യത്തെയും കുറിച്ചുള്ള അറിവിൽ ആരാധിക്കാനും തങ്ങളുടെ കാലമെല്ലാം നിനക്ക് സേവനം ചെയ്യുവാനും ഞങ്ങളുടെ ശ്യാമൂലം കൃപ ചെയ്യണമേ. ആമേൻ. രോഗികൾക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങിയ ഹൃദയമുള്ളവരെ അവൻ കടാക്ഷിക്കുന്നു. ജീവന്റെ ആരോഗ്യത്തിന്റെ നാഥാവായ സർവശക്തനായ പിതാവേ, സകല രോഗികളെ മൃതത്തിലേക്ക് അതിനോട് ദർശിക്കണമേ. ദൈവമായ അവർ ശരീരത്തിലാത്മാവിന് സൗഖ്യം പ്രാപിച്ച് വിശുദ്ധ സഭയെ സ്തുതിപ്പാൻ തക്കണം അവരെ ശുശ്രൂഷിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് യേശുമിശിഹാമൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൂരസ്ഥാനോട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യഹോവയുടെ ദൈവത്തിലേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുണ്ടാകും. സർവശക്തിമായ ദൈവമേ, ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും നിന്റെ കണ്ണുകളുടെ സംരക്ഷണം കാവൽ ഞങ്ങൾ ഫലമേൽപ്പിക്കുന്നു. നിന്നോടുള്ള സംസർഗത്തിന് ഞങ്ങൾ സമീപസ്ഥരാകുന്നുവല്ലോ. ഇത് കൂട്ടായ്മ നിൽക്കാൻ അവരെ സമ്മതിക്കരുത്. ധന്യം പരിശുദ്ധമായ സംസർഗം ഞങ്ങളെ എവിടെയും കാത്തുകൊള്ളണമെന്ന് കർത്താവായ യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൈനികരെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുഃഖമാകുന്നു. കർത്താവേ, ഇന്ത്യ രാജ്യത്തെ കണ്ണോട് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തിൽ എല്ലാവരും രാജ്യത്തിന്റെ ഭാര്യകളെ വഹിക്കാൻ പ്രാപ്തരാകേണ്ടതിന് ഞങ്ങൾ ഇത് സകല ഭിന്നകളെയും ശണ്ടകളെ നീക്കിക്കളയണമേ. രാജ്യത്തിന്റെ ക്ഷേമത്തിനായി ഓരോരുത്തരും ആവശ്യപ്പെടുന്ന സേവനം തങ്ങളുടെ പ്രാപ്തിക്കനുസൃതമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ. പൊതുവാവശ്യ നിവൃത്തിക്കായി സകലരുടെ സ്വാർത്ഥപരമായ അവസ്ഥയെ ഞങ്ങൾ ഇല്ലാതാക്കണമേ. ദർശനമില്ലായിരിക്കുന്ന ജനങ്ങൾ രാഷ്ട്രം നശിക്കുന്നത് കൊണ്ട് നിന്റെ സത്യത്തെയും നീതിയെയും കുറിച്ച് ദർശനം ഞങ്ങൾ നൽകണമേ. ഈ രാജ്യത്തെ അധികാരം വഹിക്കുന്ന എല്ലാവരും നേരായി പക്ഷപാതം കൂടാതെ ന്യായത്തെ നടത്തിക്കാനായിട്ട് അവർക്ക് വേണ്ട ജ്ഞാനം പരമാർത്ഥം നൽകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിതാവേ, ശ്യാമൂലം ഇതിനെ നൽകണമേ. ആമേൻ. ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ സഹോദരന്മാർക്ക് വിശ്വസിക്കുന്ന എത്ര മനോഹരമാകുന്നു. എന്തൊക്കെ പ്രത്യാശരായി കാത്തുന്ന സഭയ്ക്ക് നിന്റെ പരിശുദ്ധാത്മാത്മത്തെ നൽകിയ ദൈവമേ, ഇവിടെ നിന്നെ ആരാധിക്കുന്നവരായ ഞങ്ങൾ അത്ഭുതകരമായ ദേവത്തിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്നുവല്ലോ. നിന്നെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിപ്പാനും നിനക്കായി വലിയ കാര്യം ജീവിപ്പാനും തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധന പരിശുദ്ധാത്മാവിനെ സഹായം നൽകണമെന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ കൃപ ചെയ്യണമേ. അവർ നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ സകലമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവസന്നിധിയിൽ ലഭിച്ച നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സമയത്ത് പൊതുവായ സ്തോത്ര പ്രാർത്ഥന നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സർവ്വപിതാവേ, അയോഗ്യരാടിയുടെ സകല മനുഷ്യരോടും നിനക്കുള്ള നന്മയ്ക്കായിട്ട് ആനന്ദക്കായിട്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കേരള സൃഷ്ടിയിൽ പരിപാലിക്കുന്നതിന് ഈ ആഴ്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാവരും സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിന് പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളായ
വിശുദ്ധിയോടും നീതിയോടും നിന്നുവാണെന്ന് അതിനെക്കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ പുതിയ പ്രസപ്പെടുത്തേണ്ടതിനും നൽകണമെന്ന് കർത്താവായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടെ നിൽക്കുന്ന സുധാത്മാവും സർവമാനവും കാലാവസ്ഥാനങ്ങളുണ്ടായിരിക്കുന്നത് സർവശക്തിയുള്ള ദൈവത്തിന് ഈ സമയത്ത് പൊതുവായ അപേക്ഷകളെ കേൾക്കാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തെ നാമത്തിൽ കൊടുക്കാനുള്ള അപേക്ഷകൾ പ്രകാരം നൽകുന്ന വാർത്തകൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ കർത്താവേ കഴിയാതെ നിവർത്തി വരുത്തി യഹോവയുടെ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ തരണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഞാൻ കീർത്തനങ്ങളെ 76-ാമത്തെ കീർത്തനം പാടി നമ്മുടെ സ്തോത്ര വഴിപാടുകളെ സമർപ്പിക്കാം. കീർത്തനം 76. നമുക്ക് നമ്മെ തന്നെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നാം സമർപ്പിച്ച വഴിപാടുകളെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തത്തിനാതിരിക്കാതെ എല്ലാവർക്കും വേണ്ടി വിളിച്ചിരിക്കുകയും
വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് നീക്കിയുള്ള ആത്മാവ് കൊണ്ടും നിന്നെ സത്യമായ സാധനമായ സേവിക്കുകയും നിന്റെ സേവയെ ഞങ്ങളുടെ സന്തോഷാനന്ദം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ നിന്നെ കേൾപ്പിച്ചരുവാൻ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ കഥകളിൽ കൃപയിലും കാവൽ ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷം അറിയിക്കുന്നു. ആരാധനയ്ക്ക് ശേഷമുള്ള സദസ്സുകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുവാൻ എല്ലാ മാതാപിതാക്കളും ഉത്സാഹിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.